ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? ബുദ്ധിമാനായ കർഷകന്റെ കഥ. ഒരു ദിവസം വിദേശ വ്യാപാരിയുടെ വേഷത്തിൽ ഒരു രാജാവ് ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആകസ്മികമായി അദ്ദേഹം ഒരു പാടത്തിനടുത്ത് നിന്നു. ഒരു വൃദ്ധൻ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ വൃദ്ധനായിരുന്നതിനാൽ രാജാവിന് കൗതുകം തോന്നി. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കണമെന്ന് വിചാരിച്ചു. രാജാവ് വൃദ്ധനെ സമീപിക്കുന്നു. ചെറിയ ഒരു കൂർത്ത ഇരുമ്പ് കൊണ്ട് അയാൾ ഒരു കുഴി കുത്തുകയായിരുന്നു. ആ ഇരുമ്പ് തുണ്ട് പിടിക്കാൻ പോലും കഴിയാത്ത വിധം വളരെ ദുർബലമാണ് അയാളുടെ കൈകളെന്ന് രാജാവ് കണ്ടു. അയാൾ നോക്കിയപ്പോൾ അയാൾക്ക് കാഴ്ചശക്തിയും അത്ര മെച്ചമല്ലെന്ന് തീർച്ചയായി. ഏറെക്കുറെ വിറയലും അയാളെ ബാധിച്ചിരുന്നു. നീണ്ട ചുളിവുകൾ നൂലുകൾ പോലെ അയാളുടെ ശരീരം മുഴുവൻ പടർന്നിരുന്നു. ചുളിവില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. രാജാവ് അടുത്തെത്തിയപ്പോൾ അയാൾ മുഖമുയർത്തി ചോദിച്ചു, "താങ്കൾ ആരാണ്?" അയാളുടെ ശബ്ദം ദുർബലവും ഇടർന്നതുമായിരുന്നെങ്കിലും അത് നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യൻ്റേതായിരുന്നു. രാജാവ് പറഞ്ഞു, "ഞാനൊരു വ്യാപാരിയാണ്. ഇവിടെ അങ്ങ് എന്താണ് ചെയ്യുന്നത്?" വൃദ്ധൻ പറഞ്ഞു, "ഈ ചെറിയ സസ്യത്തെ ഞാനിവിടെ നടുകയാണ്." പാടത്തെല്ലാം ഫലവൃക്ഷങ്ങൾ ധാരാളമായി വളർന്നു നിൽക്കുന്നത് ചുറ്റിലും നോക്കി രാജാവ് ദർശിച്ചു. വളരെ പ്രായം ചെന്നതും പുതിയതുമായ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. രാജാവ് പറഞ്ഞു, "ഇവിടെ ധാരാളം വൃക്ഷങ്ങൾ ഞാൻ കാണുന്നു. പിന്നെ എന്തിനാണ് വീണ്ടും ഇവിടെ താങ്കൾ ഇതിനെ നടുന്നത്?" വൃദ്ധന് തൻ്റെ ചോദ്യം അത്ര സ്വീകാര്യമായില്ല എന്ന് രാജാവിന് മനസ്സിലായി. വൃദ്ധൻ പറഞ്ഞു, "താങ്കൾ ചുറ്റിലും കാണുന്ന വൃക്ഷങ്ങളൊന്നും എൻ്റെ പ്രവൃത്തിയല്ല. അവയെല്ലാം നട്ട് പരിപാലിച്ചത് എൻ്റെ പൂർവികരാണ്. അവർ ഒരിക്കലും അവരെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അവർ അവരുടെ പിൻതലമുറക്കാരെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ ഫലങ്ങൾ ഭക്ഷിക്കാൻ എനിക്കും കഴിഞ്ഞു. എൻ്റെ പൂർവികർ ചെയ്തതുപോലെ എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി ഞാനും എന്തെങ്കിലും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ചെറു സസ്യത്തെ ഞാനിവിടെ നടുന്നത്. ഈ വയസ്സുകാലത്ത് എനിക്ക് വേണ്ടിയല്ല, മനസ്സിലായോ?" ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. തൻ്റെ പ്രജയുടെ നിശ്ചയദാർഢ്യത്തിൽ അദ്ദേഹത്തിന് അഭിമാനവും തോന്നി. തിരികെ കൊട്ടാരത്തിൽ വന്ന ശേഷം വരും തലമുറയുടെ നന്മയ്ക്കായി എല്ലാവരും അവരുടെ സ്വത്തിൽ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കണമെന്ന ഒരു വിളംബരം അദ്ദേഹം നടത്തി. ജനങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ രാജ്യം ദിനം പ്രതി അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയും ചെയ്തു.